അസം മുഖ്യമന്ത്രി അവിടെ ആയി കേട്ടോ, നമുക്ക് മാത്രമേ ആവാതുള്ളൂ. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11 മണിക്ക് ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുക്കും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, ഏത് തരത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ? ഒപ്പം തന്നെ പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. മറ്റാരൊക്കെ ആകും ഈ ചടങ്ങിന്റെ ഭാഗമാവുക? ഹഷ്മി, പ്രവിത, കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഡൽഹിയിൽ ഇന്ന് ചർച്ചകൾ നടക്കുന്ന സമയത്ത് രാവിലെ 11 മണിക്ക് അസമിൽ അവിടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബിൻ, മറ്റ് NDAയുടെ മുഖ്യമന്ത്രിമാരെല്ലാവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പുറമെ 4 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4 പേരിൽ 2 പേർ BJPയിൽ നിന്നുള്ള മന്ത്രിമാരാണ്. ബാക്കി 2 പേർ NDAയുടെ ഘടകകക്ഷികളിൽ നിന്നുള്ള മന്ത്രിമാരാണ്. അതിൽ തന്നെ അതുൽ ബോറ, അദ്ദേഹം അസം ഗണ പരിഷത്തിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹം ഇന്ന് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ചരൺ ബോറോ, അദ്ദേഹം ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹവും ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. BJPയിൽ നിന്ന് 2 പേരാണ്. അതിൽ അജന്ത നിയോഗ് ഈ പുതിയ മന്ത്രിസഭയിലെ ആദ്യ വനിതാ അംഗമായിരിക്കും. അവരും ഇന്ന് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ഹിമന്ത ബിശ്വ ശർമ്മ ക്യാബിനറ്റിൽ അവർ ധനമന്ത്രിയായിരുന്നു. മാത്രമല്ല അസമിലെ ആദ്യ വനിതാ ധനമന്ത്രിയാണ് ഈ പറയുന്ന അജന്ത നിയോഗ്. അത് കൂടാതെ രാമേശ്വർ തെലി, അദ്ദേഹം 2024 വരെ രാജ്യസഭാ അംഗമായിരുന്നു. പിന്നീടാണ് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. അദ്ദേഹവും ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ള കാര്യമാണ് BJPയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യം. അതുപോലെ തന്നെ സ്പീക്കറിന്റെ കാര്യത്തിലും അസമിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. രഞ്ജിത് ദാസ് ആണ് സ്പീക്കറായി BJPയിൽ നിന്ന് വരിക. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ അടുത്ത ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഗുവാഹത്തിയിൽ ഖനപറ വെറ്റിനറി കോളേജ് ഫീൽഡിൽ ഇന്ന് രാവിലെ 11 മണിക്കാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.